നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ബാംഗ്ലൂർ, മൈസൂർ കോളേജുകളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച കരിയർ ഗൈഡൻസിനും അഡ്മിഷനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഓറഞ്ച് എഡ്യു വേൾഡ്, സ്റ്റഡി അബ്രോഡ് ആൻഡ് ഇന്ത്യ, പൂക്കോട്ടുംപാടം, നിലമ്പൂർ. ക്ഷീരമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഡയറി ഡൊമൈൻ ഡെവലപ്മെന്റ് നടത്തുന്ന മാസാന്ത സെമിനാർ ഇത്തവണ കരുളായിൽ നടക്കും. 23 ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന സെമിനാറിൽ വിദഗ്ധർ ക്ലാസ് എടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാർഷിക മേഖലയെ അത്യാധുനിക രീതികൾ പ്രയോഗിച്ച് എങ്ങനെ മികച്ച വരുമാനം ലഭിക്കുന്ന മേഖലയാക്കി മാറ്റാമെന്നതാണ് ഇത്തരം സെമിനാറുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തകർന്നുകൊണ്ടിരിക്കുന്ന ക്ഷീരമേഖലയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനുമായി കർഷകർക്ക് ശാസ്ത്രീയമായ പശുപരിപാലന പരിശീലനവും കാഫ് മാനേജ്മെന്റും നൽകുന്നവരാണ് ഡയറി ഡൊമൈൻ ഡെവലപ്മെന്റ്. എല്ലാ മാസങ്ങളിലും വിവിധയിടങ്ങളിലാണ് ഇത്തരം സെമിനാറുകൾ സംഘടിപ്പിക്കാറ്. പഞ്ചാബ് ഉൾപ്പെടെയുള്ള പാലുത്പാദന മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളിലെ വിദഗ്ധരെ എത്തിച്ചാണ് സെമിനാറുകളിൽ കർഷകർക്ക് ക്ലാസ് നൽകാറ്. ഈ സംസ്ഥാനങ്ങളെപ്പോലെ കേരളത്തിലും ക്ഷീരോത്പാദനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി ഹൈടെക് രീതിയിൽ ഫാമുകൾ നടത്തുന്ന യുവ കർഷകർ മേഖലയിൽ കൂടുതലായി കടന്നുവരുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസത്തെ പരിശീലനം ജില്ലയിലെ തന്നെ മികച്ച ക്ഷീരോത്പാദക സഹകരണ സംഘമായ കരുളായി ക്ഷീരോത്പാദക സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടത്താൻ തീരുമാനിച്ചത്. മന്ത്ലി സെമിനാർ ഇപ്രാവശ്യം നമ്മൾ നിലമ്പൂർ കരുളായി മിൽക്ക് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വരുന്ന ചൊവ്വാഴ്ച 23-ാം തീയതി രാവിലെ 9:30 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് നമ്മൾ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് മന്ത്ലി സെമിനാർ ഇപ്രാവശ്യം നമ്മൾ നിലമ്പൂർ കരുളായി സൊസൈറ്റീൻ്റെ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു എന്ന് വെച്ചാൽ D3 1.5 വർഷമായിട്ട് കർഷകരിലേക്ക് കൃത്യമായ ശാസ്ത്രീയപരമായിട്ടുള്ള രീതിയിലുള്ള പശു പരിചരണവും കാഫ് മാനേജ്മെന്റും അതോടൊപ്പം തന്നെ കൃത്യമായ ബ്രീഡിങ്ങിലേക്കും ആളുകളെ ഫോക്കസ് ചെയ്യുക. അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ക്ഷീരകർഷകർ നമ്മളെ കൂടെയുണ്ട്. അതിൽ പ്രത്യേകം നമുക്ക് എടുത്തു പറയാനുള്ളത് ഇവിടെ വന്നിട്ടുള്ള നമ്മളെ ഈ ടീം അംഗങ്ങളാണ്. പിന്നെ എന്തുകൊണ്ട് D3 ഈ ലെവലിലേക്ക് വന്നു എന്നുള്ളത് വെച്ചാൽ നമ്മുടെ ക്ഷീരമേഖല തകർന്ന തരിപ്പണമായ അവസ്ഥയാണ് പൊതുവെ നമുക്ക് കാണുമ്പോൾ ഉള്ളത്. ആ പരാജയങ്ങളിൽ നിന്നും എന്തുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ കാണാൻ പറ്റിയത് നമുക്ക് കൃത്യമായ രീതിയിലുള്ള കാഫ് മാനേജ്മെന്റ് ഇല്ല, ബ്രീഡിംഗ് സംവിധാനങ്ങൾ നമ്മൾക്ക് കഴിയുന്നില്ല. അതുപോലെ തന്നെ ഫാം മാനേജ്മെന്റിന്റെ കാര്യത്തിലായാലും പശുക്കളുടെ ഫീഡിങ്ങിന്റെ കാര്യത്തിലായാലും നമ്മൾക്ക് തോന്നിയ രൂപത്തിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും മാറ്റി വ്യത്യസ്തമായിട്ടും പ്രത്യേകിച്ച് പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിൽ അവർ വളരെയധികം PDF പോലുള്ള സംവിധാനങ്ങൾ വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയത് അവർ തരുന്ന പാഠം ഇവിടെ പഠിപ്പിച്ച് നമ്മുടെ കർഷകരെ ഉന്നമനത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തവണ ഈ സെമിനാർ D3. പ്രതിസന്ധികൾക്ക് അതീതമായ ആധുനിക ക്ഷീരകൃഷി എന്ന വിഷയത്തിൽ ഖലോൺ ഡയറക്ടറും സിഇഒയുമായ സുഖ്ജീത് സിംഗ് ക്ലാസ് എടുക്കും. ആനിമൽ ഹെൽത്ത് മാനേജ്മെന്റ്, അഡ്വാൻസ് ഡയറി ടെക്നോളജി, ന്യൂട്രീഷൻ ആൻഡ് ഫീഡ് മാനേജ്മെന്റ് എന്നിവയും കർഷകർക്ക് പരിശീലനം നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരുളായി.